ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അവിടെ ചേതൻ സാജൻ റെഡി ആയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലാകെ മൊത്തം തലവേദനയാണ് എന്നാണ് പറയുന്നത്. ചേതൻ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ചേതൻ, ഞാൻ ചേതനിലേക്ക് വരാം. അതിനു മുൻപ് സ്ഥാനാർത്ഥിത്വത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷനിലേക്കായാലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കായാലും മത്സരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നത്. കോൺഗ്രസിനെതിരെ ഇതാ ഒരു മുൻ കോൺഗ്രസ് ഭാരവാഹി, അതായത് മീഞ്ചന്ത വാർഡിൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പന്നിയങ്കര ബ്ലോക്ക് മുൻ ഭാരവാഹി സെക്കരിയ പള്ളിക്കണ്ടിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് സെക്കരിയുടെ ആവശ്യം എന്ന് നമ്മൾക്ക് കേട്ടുവരാം. ശേഷം ചേതനിലേക്ക് പോകാം. നമ്മളെപ്പോഴത്തെ ആളുകളൊക്കെ ഈ വാർഡ് കമ്മിറ്റി ചേർന്നിട്ട് അവിടെ പേര് പറയിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലവിലില്ല. കാരണം അങ്ങനെ പേര് വന്ന് എൻ്റെ പേര് വന്നിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഉള്ള സാഹചര്യമൊക്കെ പലരും സൃഷ്ടിക്കുന്നുണ്ട്. അതിലൊന്നും താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല ഞാൻ. റിട്ടേൺ ആയിട്ട് വാർഡ് പ്രസിഡന്റ് കത്ത് കൊടുത്തു, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിച്ചു. ഇനി അവർ തീരുമാനിക്കട്ടെ. സീറ്റ് തന്നിട്ടില്ലെങ്കിലല്ലേ ഈ നിമിഷം വരെ ഒരു സാധാരണ കോൺഗ്രസ്സുകാരനാണ് നാളെ എന്താവെന്ന് പറയാൻ കഴിയില്ല. സീറ്റുകളൊക്കെ ഒരു പഠനവും കൂടാതെ വിട്ടുകൊടുക്കുമ്പോൾ ഈ പ്രാദേശികമായിട്ട് വളർന്നു വരുന്ന സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യമാണ് അവിടെ എന്താവുന്നത് നിഷേധിക്കപ്പെടുന്നത്. അതോടുകൂടി തന്നെ ആ പ്രാദേശികമായിട്ട് പാർട്ടി പ്രവർത്തകരുടെ വലിയ എതിർപ്പ് നമ്മുടെ നേതൃത്വം ഏറ്റ് വാങ്ങേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ചേട്ടൻ പറയുന്നതിൽ മനസ്സിലായത് പണിയെടുക്കുന്നവർക്ക് കോൺഗ്രസ് സീറ്റില്ല, ഈ പെട്ടി പിടിച്ച് ഗ്രൂപ്പ് കളിച്ച് നടക്കുന്നവർക്കൊക്കെ കോൺഗ്രസ്സിൽ സീറ്റുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് ഒരു പരിധിവരെ അത് യാഥാർത്ഥ്യമാണ്. ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ, ഒരു സംവിധാനത്തിൻ്റെ കൂടെ എക്കാലത്തും അങ്ങനെ നിന്നു പോയാൽ അവിടെ ആ ആൾ ഇനി പാർട്ടി താഴെത്തട്ടിൽ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിലും അത്തരം ആളുകൾക്ക് എവിടെയും എത്താം എന്നുള്ളത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയിൽ നടന്ന സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചേതൻ, സെക്കരിയ പള്ളിക്കണ്ടി ഒരാൾ മാത്രമല്ല, ഒരു കൂട്ടം ആളുകളുടെ ഒരു വോയിസായി തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം പല ആളുകളും ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പരാതികളാണ് ജില്ലയിലെമ്പാടുമുള്ളത്. അത് ഇപ്പോൾ കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിലേക്ക് മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് പല ഡിവിഷനുകളും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ചേതൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ചക്കോരത്തുകുളത്തുള്ള പ്രശ്നങ്ങൾ, പുതുപ്പാടിയിലുള്ള പ്രശ്നങ്ങൾ. അത്തരത്തിൽ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിനകത്ത് വലിയ തലവേദനയുണ്ട്. എങ്ങനെ പരിഹരിക്കും DCC ഇടപെട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്ന പരിഹാരം എന്ന നിലയ്ക്ക് DCC മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായോ ജില്ലയിൽ? വിനിഷ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ട താമസം UDF ക്യാമ്പിലും പ്രത്യേകിച്ച് കോൺഗ്രസ് ക്യാമ്പിൽ അടി തുടങ്ങി, സീറ്റുമായി ബന്ധപ്പെട്ട് അടി തുടങ്ങി എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കാണിച്ച ആ കോൺഗ്രസ് പ്രവർത്തകൻ്റെ വികാരം. ആ ദൃശ്യങ്ങളിൽ കാണിച്ച് സക്രിയ പള്ളിക്കണ്ടി എന്ന് പറഞ്ഞ പന്നിയങ്കര ബ്ലോക്ക് ഭാരവാഹിയായിരുന്നു കോൺഗ്രസിൻ്റെ. 40 വർഷത്തോളമായി അദ്ദേഹം പാർട്ടിയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. എന്നാൽ നാളെ ഇതുവരെയായി ഒരു സീറ്റ് നേതൃത്വം നൽകിയില്ല, ഒരു പരിഗണനയും നൽകിയില്ല. അങ്ങനെ വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കൂട്ടം സക്രിയമാർ ആ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രധാനമായും അദ്ദേഹം പറയുന്നത് 2015 ഇലക്ഷനിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ഷനിൽ അദ്ദേഹത്തിന് സീറ്റ് കപ്പിനും ചുണ്ടിലുമാണ് ഇടയിലാണ് നഷ്ടപ്പെട്ടത്. അന്ന് വാർഡ് കമ്മിറ്റിയിലടക്കം അദ്ദേഹത്തിൻ്റെ പേര് പരിഗണനയിൽ വന്നിരുന്നു. എന്നാൽ അവസാന നിമിഷം അവിടെ ഒരു KPCC മെമ്പർ മത്സരിക്കുകയായിരുന്നു. അതുമാത്രമല്ല വിനിഷ, അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് സീറ്റ് വെച്ച് മാറുന്ന പരിപാടിയാണ്. അത് സ്വാഭാവികമായും ഇലക്ഷനൊക്കെ വരുമ്പോൾ കോൺഗ്രസും ലീഗും മറ്റ് ഘടകകക്ഷികളൊക്കെ തങ്ങളുടെ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുന്ന ഒരു പതിവ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ യാതൊരു പഠനവും കൂടാതെയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാതെ യാതൊരു പഠനവും നടത്താതെയാണ് DCC ഇത്തരത്തിൽ ഘടകകക്ഷികൾക്ക് സീറ്റ് വെച്ച് മാറുന്നത് എന്നാണ് അദ്ദേഹം പ്രധാനമായും ആരോപിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2010 പന്നിയങ്കര സീറ്റ്. അന്ന് ലീഗിന് വിട്ട് നൽകിയതാണ്. ഒറ്റ ടേമിന് മാത്രമാണ് മത്സരിക്കാൻ വേണ്ടിയാണ് അന്ന് ലീഗിന് വിട്ട് നൽകിയത്. പന്നിയങ്കര സീറ്റ് UDFനെ സംബന്ധിച്ചോളം അവരുടെ A ക്ലാസ്
പരിഗണനയിൽ വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു സീറ്റാണ് പന്നിയങ്കര സീറ്റ്. അത് ഒരു ഉപാധികളുമില്ലാതെ ലീഗിന് വിട്ടുകൊടുത്തു. എന്നാൽ ഇപ്പോൾ ഈ 2025 ആയതുവരെ ഇപ്പോഴും അവിടെ ലീഗ് തന്നെയാണ് മത്സരിക്കുന്നത്. അതായത് ഘടകകക്ഷികൾക്ക് സീറ്റ് വിട്ടുകൊടുത്താൽ പിന്നീട് കോൺഗ്രസിന് സീറ്റുകൾ തിരിച്ചു വാങ്ങാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ട്. എന്നാൽ ലീഗിനെ സംബന്ധിച്ച്, അതായത് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം മുഗദാർ സീറ്റാണ്. അത് കാലങ്ങളായി അവിടെ മത്സരിക്കുന്നത് ലീഗാണ്. കഴിഞ്ഞ തവണ മേയർ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി കോൺഗ്രസ് ആ സീറ്റ് ഒന്ന് വെച്ചു മാറാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ലീഗ് അംഗീകരിച്ചില്ല. ഈ കോൺഗ്രസിൻ്റെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞു. അതാണ് കണ്ടുപഠിക്കേണ്ടത്. അതായത് അദ്ദേഹം പറയുന്നത് ഘടകകക്ഷികൾക്ക് ആവശ്യം വരുമ്പോൾ അവർ സീറ്റുകൾ വാങ്ങിച്ചെടുക്കുന്നു, എന്നാൽ കോൺഗ്രസിന് ആവശ്യം വരുമ്പോൾ ഘടകകക്ഷിയിൽ നിന്ന് സീറ്റ് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ 2025 അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെടുന്നത് മീഞ്ചന്ത സീറ്റ് തനിക്ക് നൽകണമെന്നാണ്. കാരണം വർഷങ്ങളായി അദ്ദേഹം അവിടെയാണ് താമസം. അവിടെ ജനങ്ങൾക്കിടയിൽ നല്ല വേരോട്ടമുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സ്വാഭാവികമായും മീഞ്ചന്ത സീറ്റ് നൽകണം. ഇല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ അവിടെ സ്ത്രീ സംവരണമായിരിക്കും വരിക. പിന്നീട് തനിക്ക് മത്സരിക്കണമെങ്കിൽ 2035 ആവണം. അപ്പോഴത്തേക്കുള്ള പ്രായമൊക്കെ കടന്നു പോകും എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഇനി നേതൃത്വം ഈ സീറ്റ് തനിക്ക് നൽകിയില്ലെങ്കിൽ താൻ നിലപാട് അപ്പോൾ അറിയിക്കാം എന്ന കാര്യമാണ് പ്രധാനമായും സക്രിയ പള്ളിക്കണ്ടി മുന്നോട്ട് വെക്കുന്നത്. മിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൂട്ടം കോൺഗ്രസ്കാർ കാലങ്ങളായി 40 വർഷത്തോളമായി അദ്ദേഹം കോൺഗ്രസിൽ സേവനം അനുഷ്ഠിക്കുന്നു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഒരു സീറ്റ് പോലും ഇതുവരെ കാലങ്ങളായി നേതൃത്വം പരിഗണിച്ചില്ല. ഇത്തവണയെങ്കിലും പരിഗണിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. മിനിഷ. ശരി ചേതൻ,